ഇപ്പോൾ നമുക്ക് തെക്കൻ കേരളത്തിലേക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്കൊക്കെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന വാർത്തകൾ എന്തൊക്കെ? ജെസ്സി, തെരഞ്ഞെടുപ്പ് കളം ചൂടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും പറയാനുള്ളത്. കാരണം എവിടെ തിരിഞ്ഞാലും തെരഞ്ഞെടുപ്പ് വാർത്തകൾ മാത്രമാണ് തിരുവനന്തപുരത്താണെങ്കിലും തെക്കൻ കേരളത്തിലാണെങ്കിലും ഉള്ളത്. സ്ഥാനാർത്ഥികൾ ഇനി ഒരു 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ 3 ദിവസം കൊണ്ട് ഓടി തീർക്കാനുള്ള, ഇന്നേക്ക് 3-ാം നാൾ കുട്ടിക്കലാശമാണ്. ആ 3 ദിവസം കൊണ്ട് ഓടി തീർക്കാൻ പറ്റുന്ന ഇടങ്ങളെല്ലാം ഓടി തീർത്തുകൊണ്ട് മണ്ഡലത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയി വർക്കല മണ്ഡലത്തിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമാണ് വർക്കലയിലെ MLA ആയിട്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് വി ജോയി. അദ്ദേഹം തന്റെ അവസാന വട്ട പര്യടനം 3 ഘട്ട പര്യടനമാണ് വി ജോയി ഓരോ നിയോജക മണ്ഡലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വർക്കലയിലെ 3-ാം ഘട്ട പര്യടനമാണ് ഇന്ന് നടക്കുക. നാളെ ചിറയൻകീഴിൽ അവസാനഘട്ട പ്രചരണം നടക്കുന്നതോടുകൂടി തന്നെ വി ജോയിയുടെ വാഹന പര്യടനം ഏറെക്കുറെ പൂർണ്ണമായും പൂർത്തിയാകും. മറ്റന്നാൾ ഒരു ദിവസം കൊട്ടിക്കലാശത്തിന് വേണ്ടി പൂർണ്ണമായും മാറ്റിവെക്കുക എന്നതാണ് സ്ഥാനാർത്ഥിയുടെ പ്രധാന നയം. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പ്രചരണ പരിപാടികളും മറുവശത്തായി നടക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ പര്യടനം കോവളത്തായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി നേരത്തെ ജെൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു റാപ്പ് ഗാനം പുറത്തിറക്കുന്നുണ്ട്. ഈ യുവതലമുറയെ കൂടുതൽ കയ്യിലെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലേക്കൊരു റാപ്പ് ഗാനം പുറത്തിറക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി ഇറങ്ങിയ പലതരം ചലച്ചിത്രങ്ങൾ, ആ ചലച്ചിത്രങ്ങളിലായി ശ്രദ്ധ നേടിയ പലതരം റാപ്പ് ഗാനങ്ങൾ, അതുകൊണ്ട് തന്നെ റാപ്പ് ട്രെൻഡ്, ആ ട്രെൻഡിനൊപ്പം മുന്നോട്ട് പോവുക എന്ന അർത്ഥത്തിൽ രവിയേട്ടൻ എന്ന പേരിൽ ഒരു റാപ്പ് ആൽബം ഇന്ന് പുറത്തിറക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ശ്രീകാര്യത്ത് വെച്ച് നടക്കുന്ന ഒരു പൊതുയോഗത്തിൽ വെച്ച് ഈ ഗാനം പ്രകാശനം ചെയ്യുക. LDF നേതാവ് M വിജയകുമാർ ആകും ഈ ഗാനം ഏറ്റുവാങ്ങുക, പുറത്തിറക്കുക. അതിനോടൊപ്പം തന്നെ മറുവശത്തായി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും സജീവമായി തന്നെ കളത്തിലുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 2 മണ്ഡലങ്ങളിലെയും തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും സ്ഥാനാർത്ഥികളും വാഹന പര്യടനത്തിൽ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ശശി തരൂർ ചില പൊതുപരിപാടികളിലും ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെതായി ഒരു എഡിറ്റേഴ്സ് മീറ്റ് എന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ചലച്ചിത്ര താരമായിട്ടുള്ള പ്രകാശ് രാജും അതോടൊപ്പം തന്നെ മറ്റു ചില എഴുത്തുകാരും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി ഇന്ന് വൈകുന്നേരം ലുലു മാളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അടൂർ പ്രകാശും ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ സജീവമായി തന്നെ ഉണ്ട്. NDA സ്ഥാനാർത്ഥി വി മുരളീധരന് വേണ്ടി മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ വാനതി ശ്രീനിവാസനാണ് ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ കാട്ടാക്കട മണ്ഡലത്തിലാണ്. കാട്ടാക്കട മണ്ഡലത്തിലെ വാഹന പര്യടനം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി അദ്ദേഹം നെടുമങ്ങാട് നിന്നും ആറ്റിങ്ങൽ വരെ ഈ മണ്ഡലങ്ങളിലൂടെ ഒരു വാഹന പര്യടനം എന്ന നിലയ്ക്ക് വാനതി ശ്രീനിവാസനോടൊപ്പം ഒരു വാഹനത്തിൽ അവർ ഉണ്ടാകുമെന്നതാണ് അറിയിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ മുകളിലേക്ക് കടത്തിവെട്ടുവാൻ വേണ്ടിയുള്ള വാർത്തകൾ തിരുവനന്തപുരത്ത് ഏതാനും തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാകുന്നതെന്ന് പറയുന്നു. ഗോപാൽ, ഞാൻ പിടിച്ചിരിക്കുകയാണ്.